പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള വോട്ട് വയനാട്ടിൽ ലഭിച്ചില്ല എന്ന് പി സന്തോഷ് കുമാർ എം പി. പോളിംഗ് ശതമാനത്തിലെ കുറവ് LDFനെയും ബാധിച്ചു. CPIക്ക് തനിച്ച് ഇത്രയും വോട്ട് സംഘടിപ്പിക്കാൻ സാധിക്കില്ല. ആത്മപരിശോധന നടത്തി മുന്നോട്ടു പോകുമെന്നും പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു. സത്യൻ മൊകേരി മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന് പ്രവചിച്ചവരും ഉണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ കാണാതിരുന്നുകൂടാ. എന്തായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വോട്ടിനകത്ത് അല്ലെങ്കിൽ പ്രകടനത്തിൽ വേണ്ടത്ര തൃപ്തരല്ല. പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. LDFന് 2024 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 25 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേടണം, 26 നിയമസഭ നേടണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ആകെയുള്ള ഇപ്പോഴത്തെ ടെൻഡ് എടുത്താൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് തകർന്നടിഞ്ഞ LDF പല സ്ഥലങ്ങളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. പാലക്കാട് ഒരു വോട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കുന്നുവെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു 24 പറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം UDFന് ഗുണം ചെയ്തെന്നും EJ ബാബു പറഞ്ഞു. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ്. ആ വിജയത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാനായിട്ട് നിഷ്പക്ഷമതികളായ ആളുകളൊക്കെ തയ്യാറായിട്ടുണ്ടാകാം. അത് ഒരു പരിധിവരെ UDFൻ്റെ വിജയത്തിനെ സ്വാധീനിച്ചു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. പൊതുവേ വയനാടൻ ജനത നിസ്സംഗരായിരുന്നു, വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വോട്ട് കുറഞ്ഞതെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ കണക്കാക്കുകയാണ്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. ദീപക്, വലിയ വിജയം. പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. UDF ക്യാമ്പിൻ്റെ ആഹ്ലാദം, ആഘോഷമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അത് CPIയിൽ നിന്നായിക്കോട്ടെ, CPMൽ നിന്നായിക്കോട്ടെ, കോൺഗ്രസിൽ നിന്നായിക്കോട്ടെ, ആ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ സ്വഭാവം എന്താണ് ദീപക് ധർമ്മടം? റിജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അടിസ്ഥാന വോട്ടിൽ കുറവ് സംഭവിക്കുന്നു വയനാട്ടിൽ ഇടതുമുന്നണിക്ക്. അത് സ്വാഭാവികമായി സംഭവിക്കാത്തതാണ്. മാത്രവുമല്ല, ഈ പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് UDFനാണ് പ്രതികൂലമാവുക എന്നുള്ളതാണ് സാധാരണ രാഷ്ട്രീയ സമവാക്യം. അത് അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷണം. പക്ഷേ എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ഇടതുമുന്നണിക്ക് വലിയ തോതിലുള്ള വോട്ട് കുറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മാത്രവുമല്ല, അതിൽ കോൺഗ്രസ് ഇപ്പോൾ വളരെ കടന്നാക്രമണം നടത്തുന്നത് CPMന് നേരെയാണ്. CPIയോട് നീതി കാണിച്ചില്ല എന്നാണ് TCD MLA പറയുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ച കേന്ദ്രീകരിച്ചായിരിക്കും. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ താരോദയം പ്രിയങ്ക ഗാന്ധിയുടെ ഈ വയനാട്ടിലെ വലിയ തിളക്കമാർന്ന വിജയത്തോടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രിയങ്ക ഗാന്ധി നേരത്തെ പല ഘട്ടങ്ങളിലും മത്സരങ്ങളോട് ബിഗ് നോ പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പിന്തുടർച്ചാവകാശിയായി വയനാട്ടിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാകുന്നു. ആ മത്സരത്തിൽ കന്നി അംഗത്തിൽ തന്നെ സഹോദരനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ പോകുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ കാരണമാകുന്നു. പക്ഷേ അതേ സമയത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്ക് വോട്ടിൽ ചോർച്ചയുണ്ടായി എന്നുള്ള ചർച്ചയ്ക്കുള്ള തുടക്കമിടലാണ് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വലിയ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് വരും നാളുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും. റിജിത്ത്, ശരി, ദീപക് ധർമ്മടം വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.